തിരുവനന്തപുരത്തെ അരുവിക്കര കുളക്കോട് റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. റോഡിൻ്റെ നവീകരണ പ്രവൃത്തികൾ സംബന്ധിച്ച വാഗ്ദാനങ്ങൾക്കും വർഷങ്ങളുടെ പഴക്കമുണ്ട്. സ്ഥലത്തു നിന്ന് ഞങ്ങളുടെ പ്രതിനിധി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഗ്രൗണ്ട് റിപ്പോർട്ടിൽ ഇതുപോലെ തകർന്നു കിടക്കുന്ന, പ്രത്യേകിച്ച് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ റോഡുകളെല്ലാം തകരുകയാണ്. അങ്ങനെ ഒരു റോഡാണ് ഇപ്പോൾ അരുവിക്കര കുളക്കോട് റോഡ്. അതും കാലങ്ങളായി തകർന്ന് കിടക്കുകയാണ്. പക്ഷേ അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ, അറ്റകുറ്റപ്പണികൾ ഒന്നും നടക്കുന്നില്ല. എന്താണ് പ്രജിത്ത് നാട്ടുകാർക്ക് പറയാനുള്ളത്? അനിൽ, എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ പറഞ്ഞ അരുവിക്കര കുളക്കോട് റോഡ്. ഈ റോഡിൽ കൂടെ ഇതിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും റോഡിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഈ രീതിയിലുള്ള വലിയ കുഴികളുണ്ട്. ആളുകൾ വാഹനത്തിലൊക്കെ പോകുന്നതിൽ എത്രമാത്രം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തന്നെ കാണാം. എന്താണ്ട് ഇപ്പോൾ ഒരു ഓട്ടോ ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടാ, എത്ര കാലം ഈ റോഡിലൂടെ വണ്ടി ഓടിക്കുന്നത്? ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര പ്രയാസം തന്നെ, ബുദ്ധിമുട്ട്. എത്രയോ കാലം കൊണ്ട് ഇങ്ങനെ കിടക്കുന്നു, ഇതുവരെയ്ക്കും ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ. പല പാർട്ടികൾ വരുന്നു നോക്കുന്നു. ഞങ്ങളെ പോലുള്ളവരെ പാവങ്ങളെ സ്ഥലങ്ങൾ എടുത്തിട്ട് റോഡുകൾ വീതിയാക്കിയിട്ട് പോസ്റ്റ് ഒന്നും ഇളക്കി മാറ്റാതെ മൊത്തം പാവങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരുകൾ കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും ഒരു സഹായവും ഇല്ല. ഇപ്പോൾ അളന്നിട്ടിട്ട് വീടുകൾ ഇടിച്ചുകൊണ്ട് പോകണം. ഞങ്ങളുടെ പഞ്ചായത്ത് ചെന്ന് ഒരിടത്തുനിന്ന് മായ്ക്കാൻ പറയണില്ല. അവർ പറയണം ഞങ്ങളേന്ന് വീടെടുക്കും, പക്ഷേ ഞങ്ങൾക്ക് പൈസ തരണമെങ്കിൽ ഞങ്ങളിനി ഇറങ്ങി കയറി എടുക്കാൻ നടക്കാൻ കേട്ടോ. അങ്ങനെയാണ് ഈ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും ഒരു സഹായവും ഇല്ല. ഈ റോഡ് അത്രയും വീതിയായിട്ട് എടുത്തിട്ട് പോസ്റ്റ് ഒന്നും ഇളക്കി മാറ്റണമൊന്നുമില്ല, ഒന്നും ചെയ്യണില്ല അവർ സർക്കാർ. അത് ഈ റോഡിന് വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പിണറായി സർക്കാർ അധികാരത്തിലേറി, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ 2016 ആദ്യത്തെ പ്രഖ്യാപനം വരുന്നത്. അന്ന് തൊട്ട് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടേക്കുള്ള പ്രശ്നങ്ങളെ പറ്റിയാണ് ആ സ്ത്രീ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ കുറച്ച് നാട്ടുകാരിവിടെ ഉണ്ട്. ഏകദേശം ഒരു 10-15 വർഷങ്ങൾ കൊണ്ട് ഈ റോഡ് തകർന്ന് കിടക്കുകയാണ്. ഇതിൽ ഏറ്റവും ഒരു പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യനാട് കുറ്റിച്ചൽ ഭാഗത്തു നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ പോകേണ്ട മെയിൻ റോഡാണ്. ഇപ്പോൾ രോഗികളെ കൊണ്ട് പോകുന്ന 10-12 കിലോമീറ്റർ കറങ്ങി നെടുമങ്ങാട് വഴിയൊക്കെയാണ് ഈ രോഗികളെ കൊണ്ട് പോകുന്നത്. വളരെ ദയനീയ അവസ്ഥയാണ്. എത്രയും സ്കൂളുകൾ ഇപ്പോൾ കർക്കിടക വാവ് വരുന്നു. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ അരുവിക്കര ദേവീക്ഷേത്രം, നമ്മുടെ ബലിതർപ്പണം നടത്താൻ വേണ്ടി വിശ്വാസികൾ വരുന്ന റോഡ്, ആ റോഡാണ് ഈ കണക്കിന് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. ഇപ്പോൾ നിലവിൽ അറിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പ്രാരംഭഘട്ടം തുടങ്ങി വെച്ചു എന്നുള്ളതല്ലാതെ ഒരു പണിയും പൂർത്തീകരിക്കാനുള്ള മുന്നോട്ടുള്ള ഒരു സംവിധാനവും ആയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇപ്പോൾ ജനങ്ങൾ പൊതുവെ പറയുന്നത് കമ്മീഷനിൽ കുറവ് വന്നതിൻ്റെ പേരിലുള്ള തർക്കമാണ് ഈ റോഡ് ഇത്തരത്തിൽ നീണ്ടുപോകുന്നതെന്നാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു സംസാരം. ഇതിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ശക്തമായ സമരത്തിലാണ്. ആ സമരത്തിൽ ഒരുപാട് ജനപിന്തുണ ഇതിനകത്തുണ്ട്. ഇത് അടിയന്തരമായി പരിഹരിച്ചില്ല എങ്കിൽ MLA വരെ ഉൾപ്പെടെ വഴിയിൽ തടയുന്ന രീതിയിലുള്ള സമരങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങൾ നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനിവിടെ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കൂട്ടായ്മ ഈ പ്രദേശത്തെ ജനങ്ങൾ അതിന് തയ്യാറായി നിൽക്കുന്നുണ്ട്. MLA മന്ത്രി ഉൾപ്പെടെയുള്ളവരെ വഴി തടഞ്ഞുകൊണ്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഏകദേശം 2016 ഈ റോഡിൻ്റെ ഒരു പ്രവർത്തികൾ ആരംഭിച്ചു എന്നുള്ളതായിരുന്നു സർക്കാർ പറഞ്ഞത്. ഇപ്പോഴും ഈ മന്ത്രിയൊക്കെ നിയമസഭയിലൊക്കെ സബ്മിഷനുകൾക്കൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഒരു പ്രതീക്ഷയില്ല. കാരണം ഇത് ഇവർ കുറേ നാൾ കൊണ്ട് പറയുന്നതാണ്. കുറേ നാൾ കൊണ്ട് അളവെടുപ്പും കാര്യങ്ങളും അല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല. കാരണം നമ്മുടെ ഇപ്പോൾ തന്നെ ഇന്നലെ സബ്മിഷൻ അവതരിപ്പിച്ചതിൽ പറയുന്നു, നെടുമങ്ങാടുന്ന അരുവിക്കര വരെ 10 മീറ്ററും അരുവിക്കരയിൽ നിന്ന് വെള്ളനാട് വരെ 12 മീറ്റർ എന്ന് വെച്ചാൽ ഒരിടത്ത് 2 നീതിയാണ് നടപ്പാക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഒരിക്കലും നമുക്കിവിടെ യോജിക്കാൻ കഴിയില്ല. ഇവിടെ കൃത്യമായിട്ട് ഉള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ റോഡുകളുടെ വികസനം വരണം. ഇവിടെ ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജിൽ പോകുന്ന ആളുകൾ, സ്കൂളിൽ പോകുന്ന അരുവിക്കര പ്രധാന ജംഗ്ഷനിലുള്ള സ്കൂള്, വെള്ളനാടത്തെ സ്കൂള്, ഇവിടെ ശങ്കരമോ സ്കൂൾ, ഇങ്ങനെയുള്ള സ്കൂളുകളിൽ പോകുന്ന നിരവധി ബസ്സുകളും പിന്നെ തിരുവനന്തപുരത്ത് പോകുന്നവരും എല്ലാവരും ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ വളരെ ദയനീയാവസ്ഥയാണ്. എന്നും ആക്സിഡൻറ്റും, ബൈക്കുകൾക്ക് പോകാൻ പറ്റുന്നില്ല, നാട്ടുകാർക്ക് സഞ്ചാരം നേരെയോ നടന്നു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ദുരിതപൂർണ്ണമായ അവസ്ഥയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് മുഴുവനും വെള്ളക്കെട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം, ഓടകളില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവിടെ എത്രയും പെട്ടെന്ന് അടിയന്തരമായി നടപടി സ്വീകരിച്ച് റോഡിൻ്റെ വികസനവും റോഡ് ടാറും ചെയ്യണമെന്നാണ് വിനീതമായി നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇല്ലെങ്കിൽ വിവിധ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പോവും. അതിന് വേറെ മാറ്റങ്ങളൊന്നുമില്ല. അതിന് കൃത്യമായിട്ട് നടപടി സ്വീകരിക്കുന്നുണ്ട്. ജില്ലാ കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റിയൊക്കെ ഇടപെടുന്നുണ്ട്. അതിനുള്ള കൃത്യമായിട്ട് പ്രക്ഷോഭ പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി പോകും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഇവിടുത്തെ ഈ ആക്സിഡൻറ്റുകളൊക്കെ എങ്ങനെയാണ്? ഇവിടെ സാധാരണ ആക്സിഡൻറ്റ് ഇടയ്ക്കിടെ ഭാഗങ്ങളിൽ പോകുന്നുണ്ട്.
ആക്സിഡൻറ്റ് നടക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് ഈ റോഡിൻ്റെ ഗതി കൊണ്ട് തന്നെ. നമ്മുടെ സ്കൂൾ പിള്ളേർ തന്നെ പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടിയാണ് സ്കൂൾ പിള്ളേർ സ്കൂളിലോട്ട് പോകുന്നത്. അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം പോലും നേരെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റാത്ത രീതിയിലാണ് വണ്ടികൾ ചെളി തെറിപ്പിക്കുകയും മഴ സമയത്ത് ഒരുപാട് പാടോട്ടാണ് സ്കൂൾ പിള്ളേർ സ്കൂളിലെത്തുന്നത്. അതുപോലെ തന്നെ ഗർഭിണിയായ സ്ത്രീകൾ അതേപോലെ അവസ്ഥകളാണ്. ഈ തൊട്ടടുത്തുള്ള ഒരുപാട് ഗർഭിണി സ്ത്രീകളുണ്ടാവും. അവർക്ക് ഹോസ്പിറ്റലിൽ അടിയന്തരമായി കൊണ്ടുപോകണമെങ്കിൽ പോലും ഒരു വണ്ടിയോ എന്തെങ്കിലും പോകണ്ടേ, അതിന് ഈ റോഡ് വഴി എങ്ങനെ പോകും? ഹോസ്പിറ്റലിൽ എത്തുന്ന മുമ്പേ അവരിവിടെ റോഡിൽ കിടന്ന് പ്രസവിക്കേണ്ട അവസ്ഥയാണ് നമ്മൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഈ റോഡുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി പ്രഖ്യാപിച്ചതാണല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തുകയുടെ കാര്യങ്ങൾ എന്തെങ്കിലും? ഒരു 13 കോടി രൂപ അനുവദിച്ചു എന്ന് ഒരു വർഷം മുന്നേ അവിടെ എത്തിയ ഫ്ലെക്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്ലെക്സും കാണാനില്ല, പിന്നെ MLA തീരെ കാണാനില്ല ഈ വഴി കൂടെ. വളരെ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ഞാൻ ഈ റോഡിലെ സ്ഥിര യാത്രക്കാരനാണ്. ഇപ്പോൾ എൻ്റെ ജോലി സ്ഥലം വട്ടിയൂർക്കാവാണ്. ഇതാണ് പോകാൻ വേണ്ടിയിട്ടുള്ള എളുപ്പ റോഡ്. ഞാനിപ്പം വളരെ ദൂരം കറങ്ങിയാണ് യാത്ര ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീരെ ഇതുവഴി പോകാൻ പറ്റത്തില്ല. ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും? പ്രശ്നങ്ങളൊന്നുമില്ല. ജനങ്ങൾ സ്ഥലം കൊടുക്കാൻ തന്നെ പറയുന്നു. അവർക്ക് പൈസ വേണ്ടേ, ഫണ്ടില്ലാതെ എന്ത് ചെയ്യണം? പിന്നെ വരും എന്നും കുറ്റി അടിക്കുകയും അവിടെ പിടിക്കുകയും ഇവിടെ പിടിക്കുകയും പോകണം. അല്ല ആർക്കും പൈസയൊന്നും കൊടുക്കാന്നുള്ള പറയണമെന്നില്ല. അവർ നാളെ എടുക്കണോ, നാളെ റോഡ് വീതി കൂട്ടും, പിന്നെ വരുന്നവർ ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പോകണം. അല്ലാതെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ ഈ കിടക്കുന്ന കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്നാൽ കുഴിയുടെ ആഴം അറിയാൻ പറ്റുന്നില്ല. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഈ കുഴിയിലൊന്ന് വീണത്. ഈ ഇടയ്ക്ക് 2 ദിവസം 2 പെൺകുട്ടികൾ നമ്മുടെ ഈ കുഴിയിൽ വീണിട്ടുണ്ട്. ഓടി വരുമ്പോൾ നല്ല മഴയായിരുന്നു. വെള്ളം കിടക്കുമ്പോൾ കുഴിയുടെ ആഴം അറിയത്തില്ല. അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങി നിന്നറിയാം. ഏകദേശം ഒരു കാൽമുട്ടിന് ഭാഗം താഴ്ചയുള്ള കുഴികളാണ്. ഇത് വളരെ അപകടമാണ്. ഒരു ജീവൻ നഷ്ടപ്പെട്ടില്ല എന്നേ മാത്രമേ ഇതുവരെ ഉള്ളൂ. നാളെ അത് സംഭവിച്ചെന്നിരിക്കുക. അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ പോയി കഴിഞ്ഞാൽ വളരെ വളരെ ശക്തമായ സമരവും പ്രക്ഷോഭമൊക്കെ നമുക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരും ഈ റോഡുമായി ബന്ധപ്പെട്ട്. നാട്ടുകാർ പറയുന്നത് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഈ പൊതുമരാമത്ത് വകുപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കരാറുകാർക്ക് പോലും കോടാനുകോടികൾ കൊടുക്കാനുണ്ട്. അതിനുള്ള പണം സർക്കാരിൻ്റെ കയ്യിലില്ല, പ്രതിസന്ധിയിലാണ്. പക്ഷേ എന്നാലും ഇത്തരം പദ്ധതികൾ ഞങ്ങൾ ഉടൻ നടപ്പിലാക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിന് 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഈ റോഡിൻ്റെ നവീകരണം ആദ്യമായി പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം എല്ലാ വർഷവും റോഡിൻ്റെ നവീകരണത്തെ പറ്റിയുള്ള ചർച്ചകളും അല്ലെങ്കിൽ നിയമസഭകളിലുമൊക്കെയുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം ഇവിടുത്തെ സ്റ്റീഫൻ MLA കൊടുത്ത സബ്മിഷൻ നൽകിയ മറുപടിയിൽ പോലും ഉടൻ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്നൊക്കെയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും മന്ത്രിയുടെ മറുപടിയിൽ വ്യക്തമാണ്. അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ പകുതി കാലം കഴിഞ്ഞു, ഇപ്പോൾ ഇനി 2 വർഷം കൂടെ കഴിയുമ്പോൾ സർക്കാരിന് മാറേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത്രയധികം സമയമായിട്ട് കൂടി ഈ റോഡിൻ്റെ ഒന്നും നവീകരണം നടന്നിട്ടില്ല, ആളുകളുടെ പരാതികൾ പരിഹരിച്ചിട്ടില്ല, ഇവിടെ സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല, അവർക്ക് നൽകാവുന്ന തുക നൽകാമെന്ന് പറഞ്ഞ തുകകൾ നൽകിയിട്ടില്ല, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. ഒട്ടനവധി പരാതികൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാർക്കുണ്ട്. അതിനൊന്നും പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യം. അനിൽ, യെസ്, റോഡ് നവീകരണത്തിന് 13 കോടി രൂപ അനുവദിച്ചു എന്ന് അവകാശപ്പെടുന്നു. അവിടെ ഫ്ലെക്സ് വയ്ക്കുന്നു. പക്ഷേ നാളിതുവരെയായിട്ടും ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. സ്ഥലം കൊടുക്കാൻ നാട്ടുകാർ തയ്യാറാണ് എന്ന് പറയുന്നു. അപകടങ്ങൾ ആവർത്തിക്കുകയാണ്, അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. തിരുവനന്തപുരത്തെ അരുവിക്കര കുളക്കോട് റോഡിൽ ഈ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. റോഡിൻ്റെ നവീകരണ പദ്ധതികൾ സംബന്ധിച്ച വാഗ്ദാനങ്ങൾക്കും വർഷങ്ങളുടെ പഴക്കമുണ്ട്. പ്രജിത് മോഹനാണ് ആ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ തത്സമയം ചേർന്നത്. നാട്ടുകാർ അവരുടെ പരാതി കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണം. അതുപോലെ MLA ആ സ്ഥലത്തേക്ക് ഒന്ന് വന്ന് നാട്ടുകാർക്ക് പറയാനുള്ളത് എന്താണെന്ന്, അവരുടെ ആവലാതി എന്താണെന്ന് കേൾക്കാനുള്ള ആ സന്മനസ് കാണിക്കണം എന്നാണ് പറയാൻ ഉള്ളത്.